അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഓളവിടെ വെള്ളം കോരുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ചാക്കിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഓളവിടെ വെള്ളം കോരുന്നുണ്ട്. നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ എടുക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പം നമ്മളിത് എവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതാ പച്ചക്കറി അരിയാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓളുടെ കുട്ടിയുണ്ട് കേട്ടോ, ധന്യയുടെ മകനുണ്ട്. പേരെന്താ മോനെ? ബദ്രീനാഥ്. ബദ്രീനാഥ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇവള് നോക്കി വാങ്ങിക്കാത്തതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയൂല. പക്ഷെ നോക്കിയ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്കും കുറച്ച് ബുദ്ധിമുട്ടല്ലേ, കുറേ പച്ചക്കറികൾക്കൊക്കെ വിലയുണ്ട്. പിന്നെയും ഉള്ളത് നോക്കിയിട്ടല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും ഒരു ചമ്പളങ്ങ വാങ്ങിക്കണം. ഇവിടെ കടയിൽ കോഴിയും കുമ്പളങ്ങയാണ് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ കോഴിയും കുമ്പളങ്ങയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. നോക്കട്ടെ മോനെ, ഇതാ നോക്കിയേ, കുമ്പളങ്ങയിൽ കേടുണ്ട്. പക്ഷെ ഇന്നലെ ഓള് നോക്കിയപ്പോൾ കേടുണ്ട്, കണ്ടില്ല എന്നാണ് ഓള് പറയണത്. പക്ഷെ എന്തായാലും മുറിച്ച് നോക്കാം. ഓൻ മുറിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ സൈഡ് മുറിക്കണം മോനെ. ഇങ്ങനെ ആദ്യം ഇങ്ങനെ കട്ടി, അങ്ങനെ കട്ടി, അങ്ങനെ കട്ടി, അങ്ങനെ തന്നെ. അയ്യോ, ഒരു ചാക്ക് വെക്കായിരുന്നു. ഓള് നേരെ നോക്കി വാങ്ങിച്ചു എന്നാണ് പറയണത്. നോക്കി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരില്ല. ഇഞ്ചും പോയിണ്ടായിരുന്നില്ല ഇന്നലെ കടയിലേക്ക്? ഞാനും പോയി. എന്നിട്ട് അപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെയായി. എന്താ ചെയ്യാ. കേടായിണ്ടാവോ പറച്ചോനെ, വയ്യ. ഓള് പാവാണത്. മറ്റേ കേടുണ്ടവനെ ഇല്ലല്ലേ? സമാധാനം. അപ്പം നാളെ എന്താ വെക്കേണ്ടതെന്ന് അവളുടെ അടുത്ത് ചോദിക്കണം, എന്നിട്ട് നമുക്ക് വെക്കാം. വഴുതനങ്ങ ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ നാളത്തെ കറി. അപ്പോൾ ബാക്കി കുക്കിംഗ് വീഡിയോ ഞങ്ങൾ നാളെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം.